ഹലോ ഗായ്സ്, വെൽക്കം ടു ജി ജെ ബോസ്. ദിസ് ഇസ് മീ ജി ജെ. ഇന്ന് ഞാൻ കണ്ട മൂവി പടക്കളമാണ്. പടക്കളം സുരാജ് വെഞ്ഞാറമ്മൂടും ഷറഫുദ്ദീനും തുല്യ പ്രാധാന്യമുള്ള കഥാപാത്രങ്ങൾ അവതരിപ്പിച്ച ഏറ്റവും പുതിയ ചിത്രമാണ്. മനു സ്വരാജാണ് ഇതിൻ്റെ ഡയറക്ടർ. സോ പാസ്റ്റിലേക്ക് പോട്ടെ. ഞാൻ പഠിച്ചിരുന്ന സ്കൂള് ചിന്മയ വിദ്യാലയം, അവിടുത്തെ ഒരു വിദ്യാർത്ഥിയായിരുന്നു ഈ മനു. ഞങ്ങളുടെ സീനിയർ ആയിരുന്നു. പുള്ളി കുഞ്ഞിരാമായണത്തിലൊക്കെ ബേസിലിനെയൊക്കെ അസിസ്റ്റ് ചെയ്തിരുന്നു. സോ അപ്പോൾ പുള്ളിയുടെ ഒരു വർക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ കുറച്ച് എക്സ്പെക്ടേഷനോടെയാണ് പോയത്. എനിവേസ്, സിനിമയുടെ ട്രെയിലർ വന്നപ്പോഴും കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പ്ലോട്ടായിരുന്നു. സോ തിയേറ്റർ എത്തി, മൂവി തുടങ്ങുകയാണ്. തുടങ്ങിയപ്പോൾ തന്നെ വളരെ തിരക്ക് കുറവായിരുന്നു, വളരെ കുറച്ച് ആൾക്കാരെ ഉണ്ടായിരുന്നുള്ളൂ, ഹൗസ്ഫുള്ളൊന്നും അല്ലായിരുന്നു. എനിവേസ്, സിനിമ തുടങ്ങിയപ്പോൾ തന്നെ സിനിമയുടെ ഒരു മൂഡെന്ന് പറയുന്നത് ഒരു കോളേജിനകത്തുള്ള 4 സ്റ്റുഡൻസ്, അവർ ഭയങ്കര കോമിക് ബുക്കിൽ ഭയങ്കര അഡിക്റ്റഡ് ആയിട്ടുള്ള കുറച്ച് സ്റ്റുഡൻസ് ആണ്. സോ അവരുടെ ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ അവരുടെ കോളേജിലേക്ക് ഒരു സാറ് വരുന്നു. ആ സാറ് എല്ലാവർക്കും വലിയ ഇഷ്ടമുള്ള, എല്ലാവരും പ്രിയമായിട്ടുള്ള ഒരു സാറാണ്. അപ്പോൾ ആ സാറിന് ഒരു ചെറിയ ഒരു സെറ്റപ്പ്, എന്താ പറയുക, ഒരു മാജിക്കൽ ഒരു സാധനം കയ്യിലുണ്ട്. അപ്പോൾ ആ സാധനത്തിൻ്റെ പാസ്റ്റ് പറയുന്നുണ്ട്. അതെന്ന് പറയുന്ന ഒരു ബോർഡാണ്, ഒരു ബോർഡ് ഗെയിം. ആ ഗെയിം പിന്നെ എങ്ങനെ കളിക്കുക, അതുകൊണ്ട് എന്തൊക്കെയാണ് അതിൻ്റെ ഗുണങ്ങൾ, മറിച്ച് അങ്ങനെയൊക്കെയാണ്. നമ്മുടെ പണ്ട് കുറച്ച് നാളുകൾക്ക് മുമ്പ് ഷൈൻ ടോം നായകനായിട്ട് വന്ന ഇതിഹാസ എന്ന് പറഞ്ഞ മൂവിയുടെ ഒരു ചൂട് പിടിച്ചിട്ടുള്ള ഒരു കൈൻഡ് ഓഫ് ഒരു പടമാണിത്. എനിവേസ്, നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കാം. ഇതിൽ സന്ദീപ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആക്ടറുണ്ട്, സന്ദീപ് പ്രദീപ്. നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. അദ്ദേഹം മറ്റേ ഫാലിമിയിൽ ഒക്കെ അഭിനയിച്ചിട്ടുള്ള പുള്ളിയാണ് ഇതിനകത്ത് ഒരു സെൻട്രൽ ക്യാരക്ടറായിട്ട് കൊണ്ടുപോകുന്നത്. സുരാജും ഷറഫുദ്ദീനും പ്രധാന കഥാപാത്രങ്ങളാണെങ്കിൽ ഇയാളാണ് നറേഷൻ പോലെ, സന്ദീപിലൂടെയാണ് നറേഷൻ പോകുന്നത്. സന്ദീപിൻ്റെ ഫ്രണ്ട്സായിട്ട് വന്നിട്ടുള്ള 4 പേര്, ഒരു 3 പേര്, അവർ സന്ദീപ് ഉൾപ്പെടെയുള്ള 4 പേര് വെറുപ്പിക്കൽ സംഘം എന്ന് വേണമെങ്കിൽ പറയാം. ആദ്യം മുതൽ വളരെ ഈ കൂതറ ജോക്സ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. 2 മെമ്മറബിൾ കോമഡീസ് മാത്രമേ സിനിമയിലുള്ളൂ. ഒന്നൊരു ആശുപത്രിയിൽ വെച്ചുള്ള സീനും, ഒന്ന് ഒരു ലാബിനകത്ത് വെച്ചിട്ട് ഒരു ഗ്ലോ ഇൻ ദ ഡാർക്ക് ടീഷർട്ട് വെച്ചിട്ടുള്ളൊരു ജോക്ക്. അത് രണ്ടും നല്ല രീതിയിൽ വർക്കായിട്ടുണ്ട്. അല്ലാതെ ഒരു വെറുപ്പിക്കൽ കോമഡി പറയുന്ന ഒരു വെറുപ്പിക്കൽ സംഘമാണ്. പിന്നെ ഈ സിനിമയിൽ മുഴുവനായിട്ട് ഡൈസ് കിട്ടിയോ, ബോർഡ് കിട്ടിയോ, ലോക്കറ്റ് കിട്ടിയോ, ഡൈസ് കിട്ടിയോ, ബോർഡ് കിട്ടിയോ, ലോക്കറ്റ് കിട്ടിയോ, ഇത് തന്നെ ഒരു 15-20 പ്രാവശ്യം പറഞ്ഞുകൊണ്ടിരിക്കുക. അതാണ് ഈ സിനിമയുടെ പ്രധാന ഡയലോഗ്. സിനിമയുടെ ബാക്കി കാര്യങ്ങളിലേക്ക് വരികയാണെങ്കിൽ സുരാജ് ആൻഡ് ഷറഫുദ്ദീൻ 2 പേരുടെയും ആ ഒരു ക്യാരക്ടർ എന്ന് പറയുന്ന സാറന്മാരാണ്. സുരാജിൻ്റെ സാർ എന്ന് പറഞ്ഞാൽ കുറച്ച് പാവമായിട്ടുള്ള, ഫാമിലിയിൽ കുറച്ച് പ്രോബ്ലംസ് ഒക്കെ ഉള്ളൊരു സാറ്. ഷറഫുദ്ദീൻ വളരെ സ്മാർട്ടായിട്ട് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു സാർ. സോ ഈ സുരാജിൻ്റെ സാറ്, ആ ഒരു ക്യാരക്ടർ സുരാജ് നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. ഇടയ്ക്ക് വെച്ചിട്ട് ആ ഒരു ക്യാരക്ടറിന് ഭയങ്കര ഒരു സ്വിച്ച് ഒക്കെ വരുന്നുണ്ട്. കൂടുതൽ ഞാൻ റിവീൽ ചെയ്യുന്നില്ല, അപ്പോൾ അതിൻ്റെ ഒരു സ്പോയിലിംഗ് ഇതായിപ്പോൾ. ഇനിവേസ്, ആ ക്യാരക്ടറിന് ഭയങ്കര ഒരു സ്വിച്ച് വരുന്നുണ്ട്. ആ സ്വിച്ച് വന്നിട്ട് അതിനുശേഷം സുരാജിൻ്റെ ബോഡി ലാംഗ്വേജും കാര്യങ്ങളൊക്കെ നൈസായിട്ടുണ്ട്. ഷറഫുദ്ദീൻ്റെ ക്യാരക്ടറും ആ ഒരു തുടക്കത്തിൽ ഇങ്ങനെ ഒരു ഭയങ്കര ഒരു സ്റ്റൈലിഷ് സാറായിട്ട് വന്നിട്ട് പിന്നീട് ഒരു ക്യാരക്ടർ സ്വിച്ച് വരികയും പിന്നീട് ആ ഒരു വേറൊരു തരം മാഡ്രസ്സും കാര്യങ്ങളൊക്കെ ഒബ്സർവ് ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. സന്ദീപും കിട്ടിയ ക്യാരക്ടർ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് പിന്നീട് വേറെ വെറുപ്പിക്കൽ സംഘം പോലെ വേറെ വരുന്നതാണ് കാമുകിയുടെ ബെസ്റ്റി. ആ സ്ഥിരമായിട്ട് കുറേ നാളായിട്ട് സിനിമകളിൽ വരുന്ന ഒരേ പാറ്റേൺ ആയിട്ടുള്ള സാധനം അത് തന്നെ ഇതിനകത്തും വന്നിട്ടുണ്ട്. മറ്റേ നമ്മുടെ വിക്ടർ ഇല്ലേ, മാർക്കോ ഇല്ലേ, വിക്ടർ ആയിരുന്നു എൻ്റെ ഡീറസ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ ആ വിക്ടറാണ് ഇതിനകത്ത് ആ ഒരു ക്യാരക്ടർ പ്ലേ ചെയ്തിരിക്കുന്നത്. ബെസ്റ്റി എന്താ പറയുക, അത് വിക്ടറിന് എനിക്ക് തോന്നുന്നു അന്ധനായിട്ട് അഭിനയിച്ച് അന്ധനായി പോയെന്ന് തോന്നുന്നു. ഇതിനകത്ത് ഒരു അന്ധത പോലെയാണ്, വേറെ എങ്ങോട്ടും ഒക്കെ നോക്കി സംസാരിക്കുന്ന പോലെ തോന്നുന്നു. രേസ് പുള്ളിയുടെ ആ ഒരു ക്യാരക്ടറും ഭയങ്കര ഒരു മോശം രീതിയിലാണ് പോയിരിക്കുന്നത്. സിനിമയിൽ ആ ഒരു മെയിൻ പ്ലോട്ട്, അതായത് ആ ഒരു കഥ, അതായത് നിതിൻ ആൻഡ് മനു ചേർന്നാണ് എൻ്റെ സ്റ്റോറി എഴുതിയിരിക്കുന്നത്. സോ അവരുടെ ആ ഒരു കഥ നല്ലൊരു കഥയാണ്. പക്ഷേ ആ ഒരു കഥയെ പിന്നീട് അവർക്ക് അതിൽ എക്സ്പാൻഡ് ചെയ്യാനായിട്ട് ഒന്നും പറ്റിയില്ല. പിന്നീട് അവർ അതിനകത്ത് ഫില്ലേഴ്സ് ആഡ് ചെയ്തിട്ടാണെങ്കിൽ ഇത് ഫൈനലി കറങ്ങി തിരിഞ്ഞ് ഒരേ സ്ഥലത്ത് തന്നെ എത്തുകയാണ്. ഒന്നുകിൽ ഡൈസ് കളഞ്ഞോ, ആ ബോർഡ് കളഞ്ഞോ, ലോക്കറ്റ് കളഞ്ഞോ, ഇത് തന്നെയാണ് സിനിമയിൽ ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുന്നത്. അതിനിടയ്ക്ക് ഒരു ട്വിസ്റ്റ്, ഒരു സാധനം വന്നത് അത് ഫണ്ണി ആയിരുന്നു. ഒരു ചെറിയ ട്വിസ്റ്റ് ഉണ്ട്, അത് വരുമ്പോഴത്തേക്കും കുറച്ച് രസമൊക്കെ ഉണ്ട്. പിന്നെ വിജയ് ബാബു പാവം പുള്ളിയാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു ഗസ്റ്റ് റോളും ഉണ്ട്, തരക്കേടില്ലാത്തൊരു റോളാണ്. എനിവേസ്, ഞാൻ പറഞ്ഞല്ലോ, ഈ സിനിമ വളരെ ഒരു ആവറേജോ അല്ല അതിൽ താഴെ നിൽക്കുന്നൊരു സിനിമയാണ്. എനിക്ക് വളരെ ഒരു ബിലോ ആവറേജ് ഒരു ഫീലിംഗ് ആണ് കിട്ടിയത്. ഞാൻ റേറ്റിംഗ് കൊടുക്കുകയാണെങ്കിൽ 5-ൽ 2 എനിക്ക് കൊടുക്കാനായിട്ട് ഫീൽ ചെയ്യുന്നുള്ളൂ. പാളിപ്പോയൊരു അറ്റംപ്റ്റ് ആണ്. വളരെ വെറൈറ്റി ആയിട്ടുള്ളൊരു സ്ക്രിപ്റ്റ് കൈ കിട്ടിയിട്ട് അതിനകത്ത് ഫില്ലേഴ്സായിട്ട് ആഡ് ചെയ്യേണ്ടിയിരുന്ന സാധനങ്ങൾ ഭയങ്കര, ഇപ്പം രോമാഞ്ചം ഒന്നുമില്ല, സ്ക്രിപ്റ്റ് ആലോചിച്ച് നോക്കി ഒന്നുമില്ല, ജസ്റ്റ് ഒരു ഓജോ ബോർഡ് കളി. അതിനകത്ത് അവർ ആ ഫില്ലേഴ്സ്, ആ ബാംഗ്ലൂർ, അവിടുത്തെ വീട്, സെറ്റപ്പ്, ജോക്സ് എല്ലാം വർക്കൗട്ട് ആയപ്പോഴാണ് അതൊരു നല്ല സിനിമയായിട്ട് മാറുന്നത്. ഇത് ഒരുപക്ഷെ ചില ആളുകൾക്ക് കണക്റ്റ് ആകുമായിരിക്കും, എനിക്ക് പേഴ്സണലി കണക്റ്റ് ആയില്ല. അതുകൊണ്ടാണ് ഞാൻ ആ ഒരു 2 റേറ്റിംഗ് കൊടുക്കുന്നത്. എനിക്ക് ആ ഒരു ജോക്സ് ഒന്നും വർക്കായില്ല. കുറേ ചളികൾ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുക, അടിച്ച് ചളി തന്നെ പിന്നെ അടിക്കുക, അങ്ങനെ ഒരു ഭയങ്കര ഒരു ഇഴച്ചിൽ കൊടുത്തൊരു പടമാണ്. സുരാജിൻ്റെ പഴയ ഒരു ടൈപ്പ് പെർഫോമൻസ് ഒക്കെ കാണാനും ഷറഫുദ്ദീൻ്റെ ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു പെർഫോമൻസ് കാണാനും പിന്നീട് ഈ കുറച്ച് ഫാൻറ്റസി ആയിട്ടുള്ള എലമെൻറ്റ്സ് ഉള്ള ഒരു കാര്യങ്ങളൊക്കെ കാണാൻ താല്പര്യമുള്ളവർക്ക് ഉറപ്പായിട്ടും ഈ ഒരു സിനിമ ഇഷ്ടമാവും. എനിക്ക് ഈ സിനിമ ഒരു തികച്ചും ബിലോ ആവറേജ് ഒരു എക്സ്പീരിയൻസ് ആണ് കിട്ടിയത്.
സോ നിങ്ങൾ ഈ സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഞാൻ പറയുന്നത് സ്ട്രിക്ട്ലി എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. എൻ്റെ ഒപ്പീനിയൻ കേട്ടിട്ട് ആരും സിനിമയ്ക്ക് പോകാതിരിക്കുകയോ ചെയ്യേണ്ട. നിങ്ങൾ ഈ സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. നമ്മളിപ്പോൾ ഒരേ രീതിയിൽ തിങ്ക് ചെയ്യുന്നവരായിരിക്കണം ആണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഞാൻ ഇപ്പോൾ കുറേ നാളായിട്ട് റിവ്യൂ ചെയ്യുന്നതാണ്, ഒരേ രീതിയിൽ തിങ്ക് ചെയ്യുന്നവരാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഒരേപോലെ ആയിരിക്കും ഫീൽ ചെയ്യുക സിനിമ കാണുന്നത്. എനിവേസ്, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്ക് എല്ലാവർക്കും ഷെയർ ചെയ്യുക. GJ Verse എന്ന് പറഞ്ഞ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻസ് അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. മറ്റു വീഡിയോ കാണാം. അതുവരെ ഇറ്റ്സ് മീ GJ സൈനിങ് ഓഫ്. ബൈ.